ജോസെ, വണ്ടി ഒന്ന് നിർത്തിക്കേ. എന്താ എന്താ ആന്റി? ജോസെ, കാറൊന്ന് റിവേഴ്സ് എടുത്തേ. മതി, ഇവിടെ നിർത്തിക്കും. മാരണങ്ങള് ചത്തു തൊലഞ്ഞില്ലേ? അല്ല, എന്റെ കുഞ്ഞെവിടെ? സുസ്മിതേ, മോളെവിടെ? അതിനെ അവര് ആറ്റിലോ തോട്ടിലോ കളഞ്ഞു കാണോ ആന്റി? നീ എന്തൊന്നും പറയാത്തെ? അല്ല, മോളെ അവര് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും ആന്റി. ആരെ ഏൽപ്പിക്കാനാ? അതോ ഈ പ്രായത്തിലുള്ള ഒരു കുഞ്ഞിനെ? അങ്ങോട്ട് ചെന്ന് ചോദിക്കാന്റി. ഇവര് സെന്റി മൂഡിലാണല്ലോ. മൊത്തം കുളമാക്കോ? നമുക്കവരെ അങ്ങ് കൂട്ടിക്കൊണ്ടു പോവാം അല്ലേ ആന്റി? എങ്ങനെ കഴിഞ്ഞതാ വിഷ്ണുവേട്ടൻ? ആഗ്രഹിക്കുന്ന ഭക്ഷണവും സൗകര്യവും എല്ലാം ആയിട്ട്. ഇപ്പൊ ഈ വഴിയോര കടയിലിരുന്ന് വിയർത്തൊലിച്ച് ചായയും ബണ്ണും കഴിക്കുന്നത് കാണുമ്പോ ഹോ, എന്റെ ചങ്ക് പൊട്ടുന്ന ആന്റി. വേണ്ട ആന്റി, നമുക്കൊക്കെ ഇടയിൽ പിണക്കവും വൈരാഗ്യവും ഒന്നും വേണ്ട. എന്തു പറഞ്ഞാലും ആന്റി നൊന്ത് പ്രസവിച്ച മോനല്ലേ വിഷ്ണുവേട്ടൻ? നമുക്ക് വിഷ്ണുവേട്ടനെ കൂട്ടിക്കൊണ്ട് പോവാം ആന്റി. വിഷ്ണുവേട്ടൻ എന്തായാലും ശാലിനി ഇല്ലാതെ വരില്ല. ആന്റിയെ വെല്ലുവിളിച്ചിറങ്ങിയതല്ലേ. കഴുത്തി കിടക്കുന്ന മാല പോലും ഊരി വെച്ചിട്ട് പോയി. വിഷ്ണുവേട്ടന് വിഷ്ണുവേട്ടന്റെ വാശിയായിരിക്കും വലുത്. എന്നാലും നമുക്ക് വാശിയൊന്നും വേണ്ട ആന്റി. ശാലിനിയും നമുക്ക് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവാം. മകളുടെയും മരുമകളുടെയും മുന്നിൽ സത്യാമ്മ മുട്ടുമടക്കിയെന്നും വാക്കാണ് ദൈവം എന്ന് പറഞ്ഞു നടക്കുന്നത് ഒരു പടക്കമാണെന്നും നാളെ നാട്ടുകാർ പറഞ്ഞെന്നിരിക്കും. അതൊന്നും സാരമില്ല ആന്റി. നമുക്ക് സ്നേഹമല്ലേ വലുത്. ജോസെ, വണ്ടി എടുക്ക്. അല്ല, എന്താ ആന്റി? സ്നേഹമല്ല, സത്യഭാമയ്ക്ക് വാക്ക് തന്നെയാ പ്രധാനം. മകനായാലും മകളായാലും. വിഷ്ണുട്ടാ, നമ്മുടെ കാറല്ലേ പോകുന്നത്? നിങ്ങളെ കൊണ്ട് വണ്ടി എടുപ്പിക്കാൻ എനിക്കറിയാം ഭാമാൻറ്റി. സത്യഭാമ എന്ന് പറയുന്ന പാവയുടെ ചരടിരിക്കുന്നത് സുസ്മിതയുടെ കയ്യിലാ.
അതിന് നമുക്ക് കാറില്ലല്ലോ. ഇത്രയും നേരം അതിവിടെ നിർത്തിയിട്ടിരിക്കായിരുന്നു തോന്നുന്നു. വരാനുള്ളത് അമ്മയോ സുസ്മതയോ മാത്രമാ. രണ്ടിലാരായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ വിഭവസമൃദ്ധി കണ്ടിട്ട് ആനന്ദിച്ചിട്ടുണ്ടാവും. അമ്മയെ ധിക്കരിച്ച മകൻ ഇത് തന്നെ വരട്ടെ എന്ന് വിചാരിച്ച് മനസ്സിൽ ചിരിച്ചിട്ടുണ്ടാവും. സത്യാമ്മ അങ്ങനൊന്നും സന്തോഷിക്കില്ല വിഷ്ണുട്ടാ. മണ്ണൊന്നുകൂടി പറയട്ടെ. വേണ്ട, മതി. എന്നാ വിഷ്ണുവേട്ടൻ അമ്മയുടെ നിന്ന് മോളെ വാങ്ങി വീട്ടിലേക്ക് പൊയ്ക്കോ. മോക്കുള്ള ബേബി സോപ്പും പൗഡറും ഒലിവ് ഓയിലും ഒക്കെ വാങ്ങണം വിഷ്ണുട്ടാ. എന്നാ ഞാനോടി വരാം. വേണ്ട വിഷ്ണുട്ടാ, മോളെ അധിക സമയം കൈമാറി ഇരുത്തണ്ട. നിക്ക്. ഇത് വെച്ചു. എടോ, ഇത് വെക്കേ. എന്നാ പിന്നെ താൻ പോയിട്ടോ. വെച്ചു മോളെ. തൽക്കാലം വിഷ്ണുവേട്ടൻ ഇതറിയണ്ട. എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ശരി, നോക്കി പോണേ. സോറി വിഷ്ണുവേട്ടൻ. ഇത് വിഷ്ണുവേട്ടൻ അറിയാതെ ചെയ്യേണ്ടി വരുന്നതിന് നമ്മുടെ പാറുവിന് വേണ്ട സൗകര്യങ്ങളെങ്കിലും നമ്മൾ ഒരുക്കി കൊടുക്കണ്ടേ? ചേട്ടാ അത്രേ. കൊച്ചെന്ത് പറഞ്ഞാലും ഇതൊരു 9,000-ന് അപ്പുറത്തേക്കില്ല. ഇത് കാൽപ്പവൻ തികച്ചില്ല. സ്വർണ്ണവില 40,000 കിടന്നിങ്ങനെ കറങ്ങുക. ഇടയ്ക്ക് കൂടുന്നുണ്ടെങ്കിലും അതുപോലെ കുറയുന്നുമുണ്ട്. പെട്ടെന്ന് വില ഇടിഞ്ഞാ നിങ്ങളിത് തിരിച്ചെടുത്തില്ലേ എനിക്ക് നഷ്ടമല്ലേ? ഞാൻ ഉടനെ തിരിച്ചെടുത്തോളാം. എനിക്കൊരു 10,000 തരണം. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്. അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാ. കൊച്ചിത്രയും പറഞ്ഞ സ്ഥിതിക്ക് ദാ 10,000 തികച്ചുണ്ട്. താങ്ക് യു സർ. രസീദോട് കൊണ്ടുപോകും. പേരെന്താ? ശാലിനി. പെട്ടെന്ന് പലിശ അടച്ച് തിരിച്ചെടുത്തേക്കണേ. എന്താ ശാലിനി ഇവിടെ? ഞാൻ ഒരു വള പണയം വെക്കാൻ വേണ്ടി വന്നതാ. വളയോ? കയ്യിലൊരു സ്വർണ്ണ വള ഉണ്ടായിരുന്നു. പുതിയൊരു വീട്ടില് താമസം തുടങ്ങുകയല്ലേ, അത്യാവശ്യ ചെലവുകൾക്കൊക്കെ പണം വേണ്ടേ? പിന്നെ വിജിലെ, ഞാനിത് പണയം വെച്ച കാര്യം കമലനോടും ഇന്ദുമതി അമ്മയോടൊന്നും പറയണ്ട. വിഷ്ണുവേട്ടൻ അറിഞ്ഞ സങ്കടാവും. വിഷ്ണുവേട്ടൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചു തന്ന ആഭരണ. ഇല്ല ശാലിനി, ഞാനായിട്ടാരോടും പറയില്ല. അല്ല വിജില, എന്താ ഇവിടെ? ആ കഥയൊന്നും പറയാതിരിക്കുന്ന ശാലിനി നല്ലത്. പണയം വെക്കാൻ വീട്ടിൽ ഒന്നും ഇരിപ്പില്ലാന്ന് ശാലിനിക്കറിയാലോ. ഒരു നിവൃത്തികേട് വന്നപ്പോ അയൽപ്പക്കത്തെ മോളിച്ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരു കമ്മല് വാങ്ങിച്ച് പണയം വെച്ചു. ഭർത്താവ് അറിയാതെയാ അവരത് ഊരിത്തന്നത്. പുള്ളിക്കാരൻ അറിഞ്ഞപ്പോ വീട്ടിലാണെങ്കിൽ അടിയും ബഹളവും. ചേച്ചിക്ക് പരാതിയൊന്നും ഇല്ലെങ്കിലും നമുക്കത് കണ്ടു നിൽക്കാൻ പറ്റണ്ടേ?
എങ്ങനെയെങ്കിലും പണയം എടുക്കാന്ന് വെച്ചപ്പോ പലിശയും കൂട്ടുപലിശയൊക്കെ ആയിട്ട് എടുത്താ പൊങ്ങാത്തത്ര കാശായി. പിന്നെ ലേലത്തിന് വെച്ച് കളയുന്നു വേറൊരു ഭീഷണിയും. നമ്മുടെ സ്വർണ്ണാണെ അങ്ങ് പോട്ടേന്ന് വെക്കായിരുന്നു. ഇതിപ്പോ എന്ത് ചെയ്യാനാ ശാലിനി? ഞാനിപ്പോ ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയായി. ശാലിനി പണയം വെച്ചത് സ്വന്തം സ്വർണ്ണമായത് നന്നായി. ആരോട് സമാധാനമൊന്നും പറയണ്ടല്ലോ. സ്വർണം എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനമാ ശാലിനി. അത് ആൾക്കാർ തമ്മിൽ പിണങ്ങിപ്പിക്കും, കൂടപ്പറപ്പുകൾ തമ്മിലായാൽ പോലും. ഞാൻ പണയം എടുക്കാൻ ഒരവധി പറയാൻ വന്നതാ. ഞാൻ ചെല്ലട്ടെ. ഇനി ആ മാനേജറിന്റെ വായിലിരിക്കുന്ന മുഴുവനും കേൾക്കണം. ശരി. സ്വർണം എന്ന് പറയുന്നത് വല്ലാത്തൊരു സാധനമാ ശാലിനി. അത് ആൾക്കാർ തമ്മിൽ പിണങ്ങിപ്പിക്കും, കൂടപ്പറപ്പുകൾ തമ്മിലായാൽ പോലും. നീ ചെയ്യുന്നതാ തോന്നലടാ അയാൾ മരിച്ചുപോയെന്ന്. മരിച്ചുപോയാൽ മാത്രമാണോടാ നമ്മൾ ആദരിക്കുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്നത്? എന്നെ സംബന്ധിച്ച് എന്റെ അളിയൻ ഗോപാലകൃഷ്ണൻ എന്റെ കാണപ്പെട്ട ദൈവമാ. നീ ഇരി. കാണപ്പെട്ട ദൈവം. ആ പാവപ്പെട്ടവൻ അമ്പലനടയിലും ക്ഷയരോഗ ആശുപത്രിയിലും ലോക്കപ്പിലും ചുമച്ചു കുറച്ച് കിടന്നുറങ്ങുന്നു. അങ്ങേരിട്ടിരുന്ന കളസം വരെ ഇപ്പോ നിന്റെ പോക്കറ്റില്. എന്നിട്ട് ഫോട്ടോ വെച്ചൊരു പൂജ. മനസാക്ഷി ഉണ്ടോടാ നിനക്ക്? എടാ, ദൈവങ്ങൾ ഉണ്ടോ ഉറങ്ങിയോന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പിന്നെ അവരുടെ കാര്യങ്ങൾ അവർ തന്നെ നോക്കിക്കോളും. നമുക്ക് അവർ അനുഗ്രഹം മാത്രം തന്നാ മതി. പിന്നെ അങ്ങേര് ലോക്കപ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞാനല്ല, അത് അങ്ങേരുടെ വിധി. നീ കേട്ടിട്ടില്ലേ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളവാകൂന്ന്? ഒരു വൻമരമായിട്ട് ചില്ലകൾ വിരിച്ചു നിന്ന കാലത്ത് ഇതിനേക്കാൾ വലിയ ചെറ്റത്തരങ്ങൾ ചെയ്ത ആളാ ഈ ഗോപാലകൃഷ്ണൻ. അതൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ വെറും ചെറുത്. അതിന്റെയൊക്കെ ഫലം അയാൾ അനുഭവിച്ചു തുടങ്ങിയെന്നങ്ങ് കരുതിയാ മതി. സ്വന്തം ഭാര്യയോടും മക്കളോടും അയാൾ ചെയ്തത് ഓർത്താ ഒരു മനസാക്ഷി കുത്തിന്റെയും കാര്യമില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ സമയം. സ്വത്ത് കണ്ടു തന്നെയാ എന്റെ ചേച്ചി ആ കാരണവരുമായിട്ട് ഒരു രണ്ടാം വിവാഹത്തിന് തയ്യാറായത്. ചേച്ചി പിന്നെ അതിനും പ്രായമുള്ളൊരു കളവിനോടൊപ്പം ഒളിച്ചോടുമെന്നും ഈ ലോട്ടറി എനിക്ക് തന്നെ അടിക്കുമെന്നും ആരെങ്കിലും കരുതിയതാണോടാ? എടുത്തോ ബാലേന്ദ്ര എന്നും പറഞ്ഞ് ദൈവം മനസ്സറിഞ്ഞു തരുമ്പോ തട്ടിത്തെറിപ്പിക്കുന്നത് ശരിയാണോടാ? ഏയ്, ഞാൻ രണ്ടു കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചു. അതൊരു തെറ്റാണോ? അല്ല, ഒരു തെറ്റുമില്ല ബാലേന്ദ്ര. ആ അങ്ങനെ നേരെ ചൊവ്വേ ചിന്തിക്കടാ. ഈ ഓരോരുത്തർക്കേ ഓരോ കാലമുണ്ട്. ഗോപാലകൃഷ്ണന്റെ കാലം കഴിഞ്ഞു, ഇനിയേ ബാലചന്ദ്രന്റെ സമയമാ. സത്യം പറഞ്ഞ ഓണം ബമ്പർ അടിച്ചത് നിനക്കാ ബാലേന്ദ്ര. കോടിക്കണക്കിന് രൂപയുടെ ആസ്തി. അതിന്റെ ബലത്തിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങി. അടുത്ത ഇലക്ഷനിൽ ടിക്കറ്റ് ഉറപ്പായെന്ന് വേണേ പറയാം. MLA സ്ഥാനമൊന്നും വേണ്ടടാ. വല്ല MP ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കാം. ഇതാ ഗോപാലകൃഷ്ണന്റെ മോളല്ലേ? മൂത്തവള ശാരിക. ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇനി കേറി വാ.
എന്താ കാര്യം? കുറച്ച് പണം കടം വാങ്ങാൻ വന്നതാ. ആ, അതാണോ കാര്യം? പണം കടം കൊടുക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ ഈ സ്ഥാപനം തുറന്നു വച്ചേക്കുന്നത്. നാട് നീടെ ബോർഡ് വെച്ചിട്ടുണ്ടല്ലോ, ബാലചന്ദ്ര ഫിനാൻസിയേഴ്സ് എന്ന്. ഈടിന്മേൽ പണം കടം കൊടുക്കപ്പെടും. ഇരിക്കി ശാരികെ. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇവിടുന്ന് പണം വേണമെന്നുണ്ടെങ്കിൽ നീ അങ്ങോട്ട് ഇരിക്കും. എത്ര കാശാ വേണ്ടത്? 2 ലക്ഷം. ഈട്? അതൊന്ന് വാങ്ങിച്ചു നോക്ക് ഹരീഷേ. എന്തുവാടാ അത്? ഗുണമുള്ള എന്തേലും ആണോ? ഇതൊരു ആധാരമാ ബാലേന്ദ്ര. ആധാരമോ? അത് കുടുംബശ്രീ ഹോട്ടലിൽ ഇരിക്കുന്ന സ്ഥലത്തിന്റെ ആധാരമാ. കുടുംബശ്രീ ഹോട്ടലിന്റെ ആധാരോ? ആ ഓണം കയറാ മൂലയിൽ സെന്റിന് എത്ര വില കിട്ടുമെന്നാ? നോക്കടാ എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന്. ഇങ്ങടുത്തെ 10. ഇതൊന്നും പോരല്ലോ ശാരികെ 2 ലക്ഷത്തിന് ഈടായിട്ട്. ഹരീഷേ, അവിടെ ഇപ്പൊ സ്ഥലത്തിന് എത്ര ഉണ്ടടാ മതിപ്പ് വില? ഒരു 20,000. കൂടിപ്പോയ ഒരു 25,000. ഇത് വെച്ച് ഞാൻ എങ്ങനെ തരാനാ 2 ലക്ഷം രൂപ? പണം തിരിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ ആ പുറം പോക്ക് അളന്നതിരിക്കാനും രജിസ്റ്റർ ചെയ്യാനും പിന്നെ പോക്ക് വരവ് നടത്താനുള്ള കാശ് പോലും എനിക്ക് മുതലാവത്തില്ലല്ലോ. അതിന്റെ 10 ഇരട്ടി മൂല്യം ഉണ്ടെന്നാണല്ലോ കുറുപ്പ് സാർ പറഞ്ഞത്. എന്നാ കുറുപ്പ് സാറിനോട് പറ പണം കടം തരേ. കൊറോണ വന്നതിന് ശേഷം സ്ഥലത്തിനൊന്നും പഴയ വിലയില്ല. നഷ്ടക്കച്ചവടത്തിനൊന്നും ബാലൻ തന്നെ കിട്ടത്തില്ല. വെറുതെ തരാൻ ഇവിടെ കാശൊന്നുമില്ല. ഇതേ അധ്വാനിച്ചുണ്ടാക്കിയ കാശ. എടുത്തോണ്ട് പോകുന്നില്ല ആധാരം. വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത. അയ്യോ, ശാരിക പേടിച്ചോ? ഞാൻ പോവാ. അങ്ങനെ പിണങ്ങി പോയാലോ ശാരികേ? നീ ഇവിടെ ഒരു ആവശ്യമായിട്ട് വന്നതല്ലേ? അത് നടക്കാതെ എങ്ങനെയാ പോകുന്നത്? അങ്ങനെ വിട്ടാ എന്റെ മനസ്സിന് ഒരു സുഖവും കിട്ടത്തില്ല. ആധാരം തന്നേക്കും, ഞാൻ പൊയ്ക്കോളാം. നിനക്കെന്താ വേണം ഇത്ര പിടപ്പ്? നമുക്ക് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാന്നേ. നീ ഇങ്ങനെ പേടിച്ച് വിറയ്ക്കൊന്നും വേണ്ട. ഒറ്റയ്ക്ക് കിട്ടിയാ നിന്റെ മേൽ ചാടി വീണ് കടിച്ചു കീറാനായിട്ട് ഞാനൊരു ചെന്നായൊന്നും അല്ല. സമൂഹത്തിൽ ഇപ്പോ നിലയും വിലയൊക്കെ ഉള്ളൊരു മാന്യനാ. മനസ്സിലായോ? ഞാനൊരു ബോബൻ ജോൺ അല്ലാന്ന്. ശാരിക, ഇതാണ് ബോബൻ സർ. നമുക്ക് കാണാം. ബൈ. ശാരിക എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? ഒരിക്കലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞാൽ പിന്നെ കുറെ കരയുള്ളൂ. കാശ് കൊടുത്ത് കരച്ചിലങ്ങ് മാറ്റിയാൽ മാത്രം മതി. പിന്നെ ചേർന്ന് നിന്നോളൂ.
ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് കരുതി അല്ലേ? സത്യത്തിൽ നിങ്ങൾ 3 പെമ്പിള്ളേർക്ക് പിന്നാലെ എന്റെ ഒരു റഡാർ ഉണ്ടായിരുന്നു കൂട്ടിക്ക്. കെട്ടിച്ചു വിട്ടാലും ഇല്ലെങ്കിലും നിന്റെ അനിയത്തിയുടെ മരുന്നടി മുതൽ നീയും നിന്റെ കെട്ടിയവനും ഒരു മുറിയിലല്ല ഉറക്കമെന്ന് വരെ. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നു എന്നായിരിക്കും നിന്റെ അതിശയം. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നാലെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുമെന്ന് പറയുന്നത് സത്യമാ. പിന്നെ നിന്നോടൊരു മോഹം ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. അവളില്ലേ ആ ശാരിക, അവളെ ഞാൻ കിട്ടിക്കോളാം. സ്ത്രീധനം ഫ്രീ ആയിട്ട്.